സന്തോഷവും സംതൃപ്തിയും നമുക്ക് പുറമേ നിന്ന് ലഭിക്കുന്നതാണോ? ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. പലരും സന്തോഷവും സംതൃപ്തിയൊക്കെ നമുക്ക് പുറമേ നിന്ന് ലഭിക്കുന്നതാണ് എന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് കാണുക, അല്ലെങ്കിൽ അത് റീൽസ് മുഴുവൻ കാണുക, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കോമഡി ആയാലും മറ്റുള്ള കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, സിനിമ കാണുക, സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് സ്വയം നമുക്ക് സംതൃപ്തി ലഭിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്കോ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾക്കോ ഒന്നും ഈ സിനിമ ഇതുമാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അവരതിനു വേണ്ടി അവരുടെ പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് നേടുന്നത്. മറ്റേത് അവരുടെ ജോലിയുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാണുമ്പോൾ മാത്രമേ നമുക്കൊരു സന്തോഷം കിട്ടുന്നുള്ളൂ, അതിനുശേഷം നമുക്ക് കിട്ടുന്നില്ല. അതേസമയം നമ്മളായിട്ട് ചില ആൾക്കാരുണ്ട്, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവർക്കാവശ്യമായ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയോ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഉള്ളിൽ നമുക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ വരും. അതായത് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെയാണ് എക്സസൈസ് ചെയ്യുമ്പോൾ, സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴോ ഓടുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിന് ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ഉൽപ്പാദനം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. അല്ലാതെ മറ്റ് കണ്ടൻസൊക്കെ ക്രിയേറ്റ് നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോഴൊക്കെ ആ കാണുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ മനസ്സൊക്കെ വീണ്ടും മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ മൈൻഡ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിന് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി ആണ് ഈ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ റെഗുലേഷനും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടർ വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി കൃത്യമായിട്ട് ശരീരത്തിലുള്ളവരാണെങ്കിൽ അവർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് ഈ സന്തോഷം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടാതിരിക്കുക, ഗ്രാറ്റിഫിക്കേഷൻ സംതൃപ്തി കിട്ടാതിരിക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ബോഡിയിൽ കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഹോമിയോപ്പതിയിൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലുള്ള വൈറ്റമിൻ ഡി റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസിനെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. ഓക്കെ, താങ്ക് യു.